ഹേ ഗസ്റ്റിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്, നമുക്ക് ഓരോ ഇന്ത്യൻ ബാക്കി തന്നെ ഓരോ എന്താ പറയുക ജോലി കിട്ടുന്ന വീഡിയോസ് ഞാൻ എടുത്തോണ്ടിരിക്കും. അപ്പം ഇന്ന് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഒരു സ്കൂൾ ജോലി എടുത്താലുണ്ട്, എന്ന് വെച്ചാൽ സ്കൂളിലത്തെ ബസ് ഡ്രൈവർ ആയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇതൊരാരാണ് ഹമ്മർ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഞാൻ വിറ്റാലോന്ന് ആലോചിക്കാം. അപ്പം അതുകൊണ്ട് അത്ര ഉപയോഗമൊന്നുമില്ല. ഇപ്പം സ്കൂള് സിറ്റിയിലാണ്, അവിടെ വരെ പോണം. എൻ്റെ പൊന്നെ ഗായ്സ്, ആ ബുഗാട്ടിയെ മോളിക്കോ എൻ്റെ ബുള്ളറ്റ് കാണിക്കും. എൻ്റെ അമ്മ കിട്ടിയാലൊക്കെ അങ്ങ് വിറ്റാനോ ഞാൻ ആലോചിക്കുന്നു. ശരിക്കും സ്കൂളിച്ച് ദൂരെയാ, വേറൊരു സിറ്റിയിലാണ്. അതാണ് ഇന്നൊന്ന് പോയി നോക്കാം. ഒരു നടുവന്നെ എടുക്കാറുണ്ട്. കുറേ ദൂരം ബൈക്ക് വെച്ച് രാത്രി നടുവന്നെ എടുക്കും. അതാ പ്രശ്നം. കാറാൻ പറ്റും, ആരും കുഴപ്പമില്ലല്ലോ. ഞാൻ ബാഗ് കുറച്ച് സാധനം നേരെ അങ്ങോട്ട് പോവാം. ബസ് എനിക്ക് നമുക്ക് പ്രത്യേകം ഉണ്ടായിരുന്നില്ല, അവിടുത്തെ ബസ് തന്നെ വിളിച്ചത്. അതായിരിക്കും ഇനി അടുത്ത പ്രശ്നം. പക്ഷെ സ്റ്റാൻഡ് അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ബസ് സ്റ്റാൻഡ് അവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. അതാണ്ട് വരുന്നുണ്ടോ ഇന്നുണ്ട്. ഞാൻ വിചാരിച്ചപ്പെട്ടത് 4 മണിക്ക്. പക്ഷെ നമുക്ക് എന്തായാലും അങ്ങോട്ട് കിടക്കാം. പോട്ടെ. അയ്യോ, ട്രെയിൻ ട്രാക്കൊക്കെ ശരിക്കും ഈ ഗെയിമില്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ 2022 വർഷം തന്നെ വളരെ പഴയ വർഷം. ഇത് ഹോസ്പിറ്റലല്ലേ നേരെ കാണാൻ. സ്കൂൾ ഇതാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആള് വല്ലതും വരുമായിരിക്കും. ഇവിടെ എന്തായാലും വണ്ടി നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാം ഗായ്സ്. ഹലോ, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. നിങ്ങൾ ആരുടെങ്കിലും പാരൻ്റ് വല്ലതും ആണോ എന്തോ ഇവിടെ വന്നേക്കുന്നത്? സാറേ, ഞാൻ ഇവിടുത്തെ പാരൻ്റ് ഒന്നുമല്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കിവിടുത്തെ ബസ് ഡ്രൈവർ ജോലിയെല്ലാം കിട്ടുമോ? ബസ് ഡ്രൈവർ അത് പറയാൻ വേണ്ടി നിൽക്കുക. താങ്ക് യു. ഞങ്ങൾക്കിപ്പോൾ ഒരാൾ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരാൾ ജോലി എടുത്തി പോയായിരുന്നു. ഞാനും ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴത്തെ അത്യാവശ്യത്തിന് നമുക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ ആ ജോലിക്ക് കയറിക്കോട്ടെ? പിന്നെന്താ, കയറിക്കോ. എന്നുമില്ല വേണമെങ്കിൽ ഇന്നുമില്ല കയറാം. യുവർ ചോയ്സ്. ഇന്നുമല്ല ഞാൻ കയറിക്കോട്ടെ സാറേ? പിന്നെന്താ, ഇന്ന് മുതൽ തന്നെ കയറിക്കോ. നോ ഇഷ്യൂസ്. ഓക്കെ സാറേ, താങ്ക് യു. നമുക്ക് ജോലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ് എടുക്കാൻ പോട്ടെ. ബസ് എടുത്തു. ബാക്കിൽ 3 ബസ് കിടപ്പുണ്ട്. അതിലാണ് 3 ബസ്സിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓരോരോ ട്രിപ്പ് പോവും. താങ്കൾക്ക് 2 ട്രിപ്പാണ് തന്നേക്കുന്നത്. മീൻസ് ഓരോ സ്ഥലത്ത് കുറച്ച് കുട്ടികളെ കാണുള്ളൂ. ഈ സ്കൂളൊരു ചെറിയ സ്കൂളാണ്, അതാ. അപ്പം ബസ്സൊക്കെ ബാക്കിൽ കിടപ്പുണ്ട്, പോയി എടുത്തു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഫുർഫുറി നഗർ നിങ്ങൾക്കറിയോ? എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് വരും. വീടിൻ്റെ അടുത്ത് എൻ്റെ പോകാനുള്ള റോഡ്. ഫുർഫുറി നഗറിലെ സ്റ്റാൻഡ് വരണേ. ഫുർഫുറി നഗരാ? അവിടെ പോയി കുട്ടികളെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകണം. അയ്യോ, ഇത് പ്രശ്നം വല്ലതും ഉണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അത് ചെയ്യാം. എന്നാ പിന്നെ കുഴപ്പമില്ല. അവിടെ കിടക്കുന്ന ഒരു വൈറ്റ് ബസ്സാണ്. വൈറ്റ് അല്ല, വൈറ്റാണ്. റെഡ് ബസ്. ശരി. ഓക്കെ സാർ, ഓക്കെ. ഗായ്സ്, ഗായ്സ് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി പോയതാ. അതുകൊണ്ട് നമുക്കേ ഒരു പണിയുണ്ട്. നേരെ മോട്ടു പത്ലൂന്ന് സിറ്റിയില്ലേ, ഫുർഫുറി നഗർ, നമ്മുടെ സിറ്റിയുടെ അടുത്താണ്. അവിടം വരെ പോയി. അവിടെ സ്റ്റാൻഡുണ്ട്, അവിടെ കുട്ടികൾ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവരെ ഇങ്ങോട്ട് ഉണ്ടാക്കണം. അതും
ഏത് ഫുർഫുറി നഗർ. ഇപ്പം എൻ്റെ സിറ്റിയിലാണ് സ്കൂളെങ്കിലും ഞാൻ സമ്മതിച്ച്. പക്ഷെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് വരെ പോകണം. ഇത് സമയം നോക്കുക ഗൈസ്. നമ്മുടെ സിറ്റിയിൽ കൊണ്ടുപോകുന്ന തന്നെ ഇച്ചി സമ്മതിക്കും. ബാക്കി ബ്ലൂ ബസ് വരും നമ്മുടെ. കുഴപ്പമില്ല, രണ്ടും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, പതുക്കെ. വാവ്, ഈ ബസ്സിൻ്റെ സൗണ്ടൊക്കെ കൊള്ളാലോ. നല്ല ഇൻറ്റീരിയർ കൊള്ളാം. ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നേരെ നമുക്ക് 2 ട്രിപ്പാണുള്ളത്. അപ്പം ഗോയിങ് ടു മോട്ടു പത്ലു സിറ്റി ഫുർഫുറി നഗർ. ഓക്കെ, ഞാൻ ചില ഭാഗത്ത് ഇങ്ങനെ ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, നേരെ യോഗ പോകട്ടെ. ഓക്കെ, ഈ ബസ്സിനകത്ത് സ്പീഡ് കുറവാണ്. ഇതെന്തോന്നേ വലിയ ബസ്സായിട്ട് 100 km/h സ്പീഡിലേ പോകുന്നുള്ളൂ. വെറും 100. ഇന്ന് മൈലേജ് കിട്ടുന്നില്ലല്ലോ. പക്ഷെ അതായിട്ടും കൂടുതൽ സ്പീഡ് അങ്ങ് പോകുന്നില്ല. അതാണ്, മൈലേജ് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഇത് വഴി പോയാലോ? വഴിയാകുമ്പോൾ പെട്ടെന്ന് എത്തും. ഓക്കെ, അടുത്ത വഴിയാണ്. 2 ട്രിപ്പായി പോകാനുണ്ട്. അത് പോകാം. ഈ ബസ് ഒട്ടും സ്പീഡില്ല, പറയാലോ. ഇതിന് സ്പീഡ് കുറയുന്നില്ല. കുറയുന്നുണ്ട്. ആ സ്പീഡ് കുറച്ചിട്ട് ഇത് കുറയാത്ത പോലെ വെറും 100-ലേ പോകുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല, ഇതിലും താഴെ സ്പീഡുണ്ട്. ഇത്ര ആയിട്ട് ഒട്ടും സ്പീഡ് കിട്ടുന്നില്ലേ വണ്ടിക്കകത്ത്. നമുക്കെന്തായാലും പോയിട്ടില്ല. ഒരാളുടെ വണ്ടി ചെറുതായി തട്ടി. വണ്ടിക്ക് പക്ഷെ സ്ക്രാച്ച് ഒന്നുമില്ല. വണ്ടിയിൽ വരാൻ നോക്കുന്ന നല്ലത്. ഓക്കെ, പോയിക്കോളൂ. ഇങ്ങോട്ടൊന്ന് ലെഫ്റ്റ് എടുത്തിട്ട്, സോറി, ഇത് തെറ്റിപ്പോയി. റൈറ്റ് എടുത്തിട്ട് നേരെ വീണ്ടും ഒരു റൈറ്റ്. ഈ റോഡാണ് മോട്ടു പത്ലുവിൻ്റെ സിറ്റിയുടെ റോഡ്, ഫുർഫുറി നഗർ. ഈ വഴിയാണ് കഴിച്ചത്. ശരിക്കും മനസ്സിലാകാത്ത ഇവിടെ ഇവർക്ക് ട്രെയിൻ ട്രാക്ക് പോലെ അങ്ങ് ഇട്ട് വെച്ചത്. ഇവിടം വരെ വന്നിട്ട് എന്തിനാണെന്ന് തോന്നുന്നു. പക്ഷെ രണ്ടും സെയിം തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വരണം, ഇങ്ങനെയാലും വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, നേരെ പോവാം. ഓക്കെ, ഈ വണ്ടിക്ക് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ? ഓക്കെ, പോയിക്കോളൂ. പ്രവീൺ ഗെയിമിങ്. എന്തോ പ്രവീൺ ഗെയിമിങ് അയാളാണെന്ന് തോന്നുന്നു ഈ സിറ്റി ഇവിടെ ഉണ്ടാക്കി നഗർ. അതാണ് തോന്നുന്നത്. ഇവിടെ വഴിയും അതാണെന്തോ എൻട്രൻസ്. ശരി, അതൊന്നുമില്ല. അവിടെ പോയാൽ ചിലപ്പോൾ മറിഞ്ഞടിച്ചൊന്ന് വീടിൻ്റെ പുറത്തൂടെ ഈ സൈഡിൽ കൂടെ പോകുന്നത് നല്ലത്. വേണമെങ്കിൽ പോകാൻ പറ്റിയ സൈഡ് കുഴപ്പമൊന്നുമില്ല. വാവ്, ദിസ് മെഗാ എൻട്രൻസ്. അത് പെട്രോൾ പമ്പ് പോലെ ഇരിക്കുന്നതല്ലേ മറ്റേത്. ഇവിടെ വാട്ടർഫോൾ ഉണ്ടല്ലോ. ശരിക്കും ഇത് പെട്രോൾ പമ്പ് പോലെ ഇരിക്കുന്നു. സ്റ്റാൻഡെന്ന് പറയാനേ പറ്റത്തില്ല. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ പിള്ളേരൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. നമ്മുടെ പ്ലെയർ ഫ്രാങ്ക്ലിൻ എന്ന് ഇതിൽ കാണിക്കുന്നത്. ഇയാൾ മറ്റേ ഇത് ചെയ്യണം, മണമുള്ള പൂമുള്ളി. ആ പാട്ട് അതിൽ പോസ് അതിൽ ഒരു ബസ് പോസ് ചെയ്യാൻ തോന്നുന്നു. സ്റ്റിയറിങ് നീങ്ങാത്ത പോലെ. ഇയാൾ തിരിക്കുന്നുണ്ട്, പക്ഷെ അത് ഇയാളുടെ കൈ പോലെ. സ്റ്റിയറിങ് നീങ്ങാത്ത എനിക്കൊന്നും കാണാം. ഇപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ കയറിയിട്ടുണ്ട്. ബസ്സിൽ നിറച്ചും കുട്ടികളുണ്ട്. അപ്പം നീ നേരെ ബാക്ക് ടു സ്കൂൾ. ഗോയിങ് ബാക്ക് ടു സ്കൂൾ. ഓക്കെ, നേരെ സ്കൂളിലോട്ട് നമുക്ക് പോകാം. സ്കൂളൊക്കെ തുറക്കാറായി ഗൈസ്. സ്കൂൾ, കോളേജ്. ജസ്റ്റ് ഞാൻ തുറക്കുന്ന മുമ്പേ ഈ വീഡിയോ ഇടുന്നത് തോന്നരുത് അതിന്. ഓക്കെ, ഇനി ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. എന്താ മോനെ? പുതിയ ഡ്രൈവറാണോ? പിന്നെ അല്ലാണ്ട്
ഇന്ന് ഇന്ന് ഇപ്പൊ രാവിലെ ജോയിൻ ചെയ്തിട്ട് വന്നു. ആഹാ കൊല്ലാലോ. മാമന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊരു വൈറ്റ് വീട്. ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഓ ശരി മാമ. കുട്ടികളൊക്കെ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഈ വണ്ടിക്ക് ഒട്ടും മൈലേജ് എത്തുന്നില്ല. മക്കളെ നിങ്ങൾക്കില്ല പോകാൻ വലിയ സുഖം തോന്നുന്നുണ്ട്? അത്തരം തോന്നുന്നില്ല മാമ. ഇത് കുഴപ്പമില്ല, ബസ് ട്രാവൽ ചെയ്ത് രസമുള്ളൂ. പക്ഷെ ഇതിൻ്റെ സ്പീഡ്, അതാണ് മക്കളെ എനിക്കും പ്രശ്നം. സ്പീഡ് മൈലേജ് കിട്ടുന്നേ ഇല്ല. 100 എന്തൊക്കെയോ പോകുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതിനകത്ത്. അത് പ്രശ്നം. ആ മാമ, താണ്ട് ആ വീട് കണ്ട, ഈ ഗോഡൗൺ കണ്ട, താണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ വൈറ്റ് വീട് കണ്ട, ഇത് ഡിഫൻഡറൊക്കെ കിടക്കുന്ന. ആ കണ്ടു. ആ അതാണ് എൻ്റെ വീട്. വാവ്, മാമൻ്റെ വീട് അല്ലാന്നല്ലേ? അല്ല, മാമൻ്റെ വീട്ടിൽ വണ്ടിയും കിടക്കുന്നെങ്കിൽ അപ്പം മാമ എങ്ങനെ കണ്ട്? അല്ല മോനെ, ഞാൻ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്. ബൈക്ക് ഓടിച്ചാൽ ഞാൻ സ്കൂളിൽ പോയത് വണ്ടി എടുത്തു. ഓ ബൈക്കുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഗായ്സ്, നമുക്ക് എന്നാലും ഇങ്ങോട്ട് പോവാം. ഈ വണ്ടിക്ക് ഒട്ടും മൈലേജ് കിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ബാക്കി വണ്ടി ഇതേ കണക്കായിരിക്കും, ഇതിൻ്റെ കളറാണെന്ന് തോന്നുന്നു വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് തോന്നുന്നു മറ്റേ വണ്ടിയിൽ. നോക്കാം. പോയിക്കോളൂ. ഓക്കെ, അതൊക്കെ പിടിക്കാം. നല്ല സമയം എടുക്കുമല്ലോ. ഇന്റീരിയർ, അയ്യോ അയാൾ ഞാൻ ഇടിച്ചിട്ടോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചേട്ടാ അങ്ങനെ കയറി ഒന്ന് സോറി ചേട്ടാ. ചേട്ടോയ്. ഓക്കെ, നമ്മൾ പുതിയ സിറ്റിയിലെത്തി. ഓക്കെ, ഇയാള് ആഴ്ച പിള്ളേരുടെ അടുത്ത് സംസാരിക്കുന്നതിലും പ്രശ്നമാവും. യവന്മാരി കേൾക്കണ്ട. പ്രശ്നമാവെന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ ഇല്ലേ, അവരൊന്നും പറയുന്ന കുഴപ്പമില്ല. ഇത് സംസാരിക്കുക, ഇതിനെന്ത് കുഴപ്പം? ഫ്രീ ബേർഡ്സ്. ഒരു കുഴപ്പമില്ല. സ്കൂളെത്താറായോ? പിന്നെ അല്ലാണ്ട് നിങ്ങൾ സ്ഥിരം വേണം, നിങ്ങൾക്ക് അറിയത്തില്ലേ? താണ്ട് ഇവിടെ തന്നെ. ആ ഓക്കെ, ഓൾമോസ്റ്റ് എത്തി മക്കളെ, ഇപ്പം എത്തും. ഓക്കെ മാമ, ഓക്കെ. ഗൈസ്, നിന്റെ വണ്ടിയുടെ ഫ്യൂവലും കുറവാണോന്ന് സംശയമുണ്ട്. ഡീസൽ എൻ്റെ പൈസ അവർ തന്നോളൂ, നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ പൈസ വെച്ച് അടച്ചാലും അതിൻ്റെ പ്ലസ് അവർ തന്നോളൂ, അതിൻ്റെ കുഴപ്പമില്ല. മക്കളെ സ്കൂളെത്തി. ഇതാണ്ടിരിക്കുന്നു എൻ്റെ ബുള്ളറ്റാ മാമ. സീന് വല്ലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ. ഡ്യൂക്കൊക്കെ ഭയങ്കര പൈസ ഉണ്ട്, പക്ഷെ ഞാൻ വാങ്ങിക്കില്ല. ആദ്യം എൻ്റെ പൈസ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ ഈ ബുള്ളറ്റ് അതിന് ഇഷ്ടപ്പെട്ടതാണ്. മക്കളെ നിങ്ങൾ ഇറങ്ങിക്കോ മക്കളെ. ഓക്കെ മാമ. ഓക്കെ ഗായ്സ്, ആദ്യ സെറ്റ് ഓഫ് പിള്ളേരെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെറ്റ് വീണ്ടും പോകണം. നമുക്കിനി രണ്ടാമത്തെ സെറ്റ് വീണ്ടും പോകണം. ഇതിലും ഏതോ എനിക്ക് കാറിൽ എത്തിക്കൊണ്ടുപോയിരുന്നു. അതിന് സ്പീഡുണ്ടായിരുന്നു. സ്പീഡിൻ്റെ കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത്. ഇന്നൊട്ടും മൈലേജ് എത്തുന്നില്ല, അതാണ് പ്രശ്നം. കുട്ടികൾക്ക് കൊള്ളാല്ലേ, നല്ല സംസാരിയൊക്കെ കണ്ടു. ഓക്കെ, നമ്മുടെ ബസ് നോക്കിക്കേ. സിറ്റി ബസ് RVS രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ. ഇത് സിറ്റി ബസ്സാണ്. അതിൽ ഫ്രണ്ട് സിറ്റി ബസ്സിന് എഴുതി വെച്ചിരുന്നു. ആ ചിലപ്പോൾ ഈ ബസ്സൊക്കെ കിട്ടുന്നത്, പക്ഷേ സ്കൂൾ ബസ്സൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അതാ ഞാൻ നോക്കുന്നത്. സ്കൂൾ ബസ് തന്നെ. ഇപ്പോഴത്തെ ബസ്സൊക്കെ എങ്ങനെയാണ്, ഫ്യൂച്ചർ ബസ്സൊക്കെ എങ്ങനെയായിരിക്കും? ഈ വഴി കുറച്ച് എളുപ്പമാണ്, വരാനും പോകണം. ഈ വഴി നമുക്ക് വെച്ചപ്പിടിപ്പിക്കാം. എല്ലാം പേരുടെ ബുള്ളറ്റൊക്കെ അതിന് നിറച്ച് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. എന്ത് സ്പീഡിലാണ് തോന്നുന്നു. ഇതിന് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. ഈ ബസ്, ഞാൻ സ്കൂൾ ബസ് ഡ്രൈവറിൻ്റെ ഇതാൻ്റെ പാർട്ട് 2 വരുമോ എന്ന് അറിയത്തില്ല. പൊയ്ക്കോളൂ. എൻ്റെ പാർട്ട് 2 വരാൻ കുറവാണ്. ഞാൻ മറ്റേ ഫ്യൂവലിൻ്റെ പറഞ്ഞ പോലെ ഇല്ലേ, ഫ്യൂവലിൻ്റെ ഇനി വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ ലംബോർഗിനി ഉറൂസ് മോഷിച്ച് തന്നെ ഇനി പാർട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് കാണും ചിലപ്പോൾ.
ഞാൻ എന്തായാലും എൻ്റെ പാർട്ട് 2 ഇട്ടായിരുന്നു. അല്ല പാർട്ട് 2 അല്ല, പാർട്ട് 3 ഇട്ടാ. ഞാൻ പാർട്ട് 3 കണ്ടിന്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 100 സ്പീഡിലേ ഓടുള്ളൂ, ഒട്ടും മൈലേജ് കിട്ടുന്നില്ലായിരുന്നു. 100 കിലോമീറ്റർ അല്ല, 100 മാൻഡിലോട്ട് നമുക്ക് എന്തായാലും പോവാം. മൈലേജ് ഇല്ലല്ലോടെ. ഇതെന്തൊരു ദാരിദ്ര്യം. ഒരു നല്ല ബസ് ഉണ്ടെങ്കിൽ ഇതൊന്നും കൊള്ളാത്ത ബസ്സായിപ്പോയി. ഇല്ല, ഇന്ന് പോകാൻ പോകുക, പക്ഷെ ഇന്ന് സ്പീഡ് കിട്ടുന്നില്ല. പക്ഷെ ബസ് കൊള്ളാം, കാരണം ബാക്ക് ഈ സീറ്റ് നിങ്ങൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. ചില സീറ്റിലെ ബാക്കും ഫ്രണ്ടും അറ്റാച്ച്ഡ്. മീൻസ് നമ്മൾ എൻ്റെ ഒരു സൈഡിൽ അപ്പം അതിൻ്റെ ബാക്കിലും കൂടെ അവർ സീറ്റ് ഉണ്ടാക്കി വെക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബസ് ഇവിടെ നോക്കി ഓടിക്കുക, കാരണം 2 സൈഡിലും വെള്ളം, പിന്നെ എന്താ പറയുക, നടുക്ക് നമ്മളും റോഡും. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആകെ ഇവിടെ കുറച്ച് കുട്ടികളെ വെക്കുക മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ആരും കാണുന്നില്ല. അവിടെ വാട്ടർഫോൾസും ഉണ്ട്. അഗെയിൻ ലെറ്റ്സ് പാർക്ക് ദ ബസ്. ബസ് ഓടിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് എല്ലാം എൻ്റെ ലൈസൻസ് ഉള്ള എല്ലാ വണ്ടിയും ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ബസ് ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തെങ്കിലും അത്ര ഓടിച്ചിട്ടില്ല. എന്നാലും കൊള്ളാം കേട്ടോ. ഓടിപ്പില്ല, ആ എക്സ്പീരിയൻസ്. ഓക്കെ ഗായ്സ്, അടുത്ത സെറ്റ് ഓഫ് കുട്ടികളെ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സീനുണ്ട്, ഇതേമാതിരി ചീറ്റ് കൊടുത്തത്. അത് കുഴപ്പമില്ല, നമുക്ക് തന്നെ പോവാം. മറ്റേ കുട്ടികളെ കാട്ടി അത്രയ്ക്ക് ഇതെല്ലാം തോന്നുന്നു. അതെന്തൊക്കെയാണ് ഈ സീറ്റിൻ്റെ ഞാൻ നമുക്ക് പറഞ്ഞത്. ഒരു ഇതിൽ തന്നെ ബാക്കും കാണും. എങ്ങനെ ഞാൻ പറയും, മീൻസ് ഒരു എക്സാമ്പിൾ വേണം. വേറെ എന്തെങ്കിലും ഏതൊരു സംഭവം ഉണ്ട് ഇങ്ങനെ സെയിം ഇതുള്ളത്. ഞാൻ മറന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എത്താൻ നോക്കാം. ഇനി സ്കൂളിൽ എത്തിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഈ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവെക്കാനുള്ളത്. സ്കൂൾ ഇങ്ങോട്ട് കൊണ്ടുവച്ചില്ലെങ്കിൽ അവിടെ അല്ല, എങ്ങനെയായാലും ഇത് സെയിം ആയിട്ടല്ലേ വരത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങ് വരെ വരാനാണ് തോന്നുന്നു പാട്. കുഴപ്പമില്ല, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആന്തരോട്ടെ ഇറക്കാം. ഓക്കെ ബസ് സൂപ്പർ. പക്ഷെ ഇതൊക്കെ എന്ത് വളഞ്ഞിരിക്കുന്നല്ലോ. റേഡിയോ ഇന്നത്തെ കേട്ടോ. ബസ് സീറ്റ് അടിപൊളി. ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും തോന്നുന്നില്ല. ഓക്കെ, ഞാൻ അവിടെ ആ റോഡിലല്ലോ, അത് ഓഫ് റോഡ് വഴി റോഡിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഓഫ് റോഡ് വഴി ഇങ്ങനെ വന്നു. എളുപ്പമുണ്ട് അവിടെ, ആ വഴി ഓടിക്കണ്ട. യമ്മൻ്റെ ഒന്നും ഇന്നത്തെ യമ്മ കൂട്ടക്കേടായോണ്ടേ. അവിടെയൊക്കെ നലമ്പാണോ. നിങ്ങൾ മിണ്ടാതിരിക്കും. എല്ലാം ഭേദം മറ്റേ പിള്ളേര്. സത്യം പറയല്ലോ, നല്ല കുട്ടികളായിരുന്നു അവന്മാർ. മിണ്ടിയും പറഞ്ഞു ഇരിക്കും. എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കണ്ട, പക്ഷെ ഒരു എന്താ പറയാ, എങ്ങനെയത് പറയാം, ഒരു സമാധാനം വേണം. ഓക്കെ, പോകട്ടെ. ഇതൊന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. ഒന്നും പറയാൻ കിട്ടുന്നില്ല. നത്തി പിള്ളേരെ സ്കൂളെത്താറായി. അത് ഞങ്ങള് മാവനോട് ചോദിച്ചാ സ്കൂളെത്താറായി. വെറും പീക്കിരി പിള്ളേർ തന്നെ കഴിച്ചു. വെറും പീക്കിരി പറയാതിരിക്കാൻ വയ്യ. കാരണം എന്തോ പറയുന്നത്,
മറ്റേ എന്തോന്നും കർപ്പൂത്തരം അത് തന്നെ. ഓക്കെ, ഇവിടെ ഇറക്കാം. പിള്ളേരെ ഇറങ്ങിക്കോ ഗൈസ്. ഞാൻ പ്രിൻസിപ്പളിനെ പോയി കാണുന്നത്, അവരെല്ലാവരും പോയെന്നാണ് തോന്നുന്നത് കുട്ടികൾ ക്ലാസ്സിനകത്ത്. ആ സാറേ, ഇന്നത്തെ പണി കഴിഞ്ഞാൽ ഈ ബസ്സും കൂടെ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ പോട്ടെ. 2 ട്രിപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? 2 ട്രിപ്പ് ഉണ്ട്, 2 ട്രിപ്പ് ഉണ്ട്. എനിക്ക് പോയി ബസ്സും കൂടെ ഒതുക്കിയിട്ടിട്ട്. അപ്പം ഞാൻ ഇത് ഒതുക്കിയിട്ടിട്ട് അങ്ങ് പോട്ടെ. ശമ്പളം എങ്ങനെ? ശമ്പളം എങ്ങനെയാ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം? മന്ത്ലി വേണോ ഡെയിലി വേണോ? ഡെയിലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പിന്നെ എൻ്റെ ഫ്യൂൾ കുറവായിരുന്നു. ഫ്യൂൾ കുറവാണല്ലേ? ഓക്കെ. അത് ഇന്ന് വൈകുന്നേരത്തും കൂടെ ഇവരെ കൊണ്ടുവന്നത്. അത് ഞാൻ അയച്ചു ഗായ്സ്. ആ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവന്മാരെ തിരിച്ച് കൊണ്ടുവിടുന്ന വീഡിയോ, അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഈ വീഡിയോ ഞാൻ വിളിച്ചു അതിൻ്റെ പേര്. സാറേ, അപ്പം ബസ് ഒടുക്കിയിട്ടിട്ട് ഞങ്ങൾ അക്കൗണ്ട് അല്ല ഇന്ന് വൈകുന്നേരത്തോടും കൂടെ അങ്ങ് ചേർത്തങ്ങ് തന്നാൽ മതിയോ? അങ്ങനെയും മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോവാം. വണ്ടിയും ഒതുക്കിയിട്ടിട്ട് പോവാം. ഓക്കെ സാറേ. ഓക്കെ ഗൈസ്. അപ്പം അയ്യോ ഇപ്പം ഇടിച്ചേനെ ചോദിച്ചാൽ പണി പാടും. സത്യം ഇടിച്ചേനെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് ദേവാദം എനിക്ക് അതെന്തായാലും ഓട്ടെ. അപ്പം നമുക്കിനി തിരിച്ചു പോവാം. Let's go back to home guys. Let's go back to home. പിന്നെ വൈകുന്നേരത്തും കൂടെ അമ്മമാരെ വിളിക്കാൻ വേണം. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതും വെച്ച് ഞാൻ ഈ ബസ്സിൻ്റെ വീഡിയോ ഞാൻ മിക്കവാറും എൻ്റെ അതിൻ്റെ അപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം സാറേ ഞാൻ തിരിച്ചു പോകാനേ. സാറേ പൊയ്ക്കോ. ഓക്കെ, വൈകുന്നേരത്ത് ഒരു വൈകുന്നേരത്തല്ല, ഒരു ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1:30 വേണ്ട, എന്നൊരു 1:45 ഇറങ്ങും. 1:45 കറക്റ്റ് 2 മണിക്കാ ബസ്സൊക്കെ വിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന. ഓക്കെ. അപ്പം ഞാൻ പോട്ടെ. ശരി. ഓക്കെ ഗായ്സ്. അപ്പം ഇനി നമുക്ക് 1:45 വേണ്ടി വരും. 2 മണിക്കാണ് ബസ് തിരിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ ബസ്സും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ട് വിട്ടുകയാണ്. അവർക്ക് കൊണ്ടുവിടാനുള്ള ആൾക്കാരെ ചിലപ്പോൾ വിട്ടുകയാണ്. അപ്പം ഇവരെയും വിടാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊന്നും ചിലപ്പം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ലാഭം വയ്ക്കുന്നു പറ്റിയ. കാരണം ഒരാൾ പോയപ്പോഴേ ബോണസാണ് 2 പേർക്ക് ബോണസ്. ശരിക്കും അവരെങ്ങനെയാണെന്ന് അറിയത്തില്ല. മറ്റേ 2 ഡ്രൈവേഴ്സ് അവിടെ ഡ്രൈവിംഗ് അല്ല, അവരെങ്ങനെ ഇത് കൊണ്ടുവിടുന്നു. ഒരാൾ തന്നെ 4 പേരെ കൊണ്ടുപോകും. അതും 2 പേര് സെപ്പറേറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസ് തിരിച്ചു പിറ്റാൻ പോകുന്നവരെ ഞാൻ പിന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ടാക്കാം എന്നല്ല ഇടാം. ഓക്കെ, ബൈക്ക് ഓടിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇത് 177 കിലോമീറ്റർ വരെ പോകും. അത്രയും സ്പീഡ്, അത്രയെങ്കിലും സ്പീഡില്ല. ബൈക്ക് കിട്ടണമെങ്കിലും ഉണ്ടല്ലോ ദൈവമേ. ഓക്കെ, കുലുങ്ങി മനസ്സ് കുലുങ്ങി. ഓക്കെ, അവസാനം എങ്ങനെയൊക്കെ വീട്ടിൽ പിടിച്ചെത്തി വീട്ടിലെത്തി എങ്ങനെയൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോസ് കാണുന്നത്. ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ.